രാജ്യത്തെ അംഗനവാടി സ്കൂളുകളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണ് പ്രൈമറി സ്കൂൾ അങ്കണത്തിലേക്ക് മാറ്റുന്നതടക്കമുള്ള തീരുമാനങ്ങൾ. സ്കൂളിലെ അധ്യാപകരും അംഗനവാടി അധ്യാപകരും സംയുക്തമായി ചേർന്ന് പാഠ്യവിഷയങ്ങൾ തയ്യാറാക്കുന്നതടക്കമുള്ള തീരുമാനങ്ങൾ കുട്ടികളുടെ പരിചരണത്തോടൊപ്പം മികച്ച വിദ്യാഭ്യാസം കൂടി ഉറപ്പാക്കുന്നതാണ്. കേരളത്തിൽ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള അംഗനവാടികളും സ്കൂളുകളും തമ്മിലുള്ള ഏകോപനം ഉറപ്പാക്കുന്നതിനാണ് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയവും വിദ്യാഭ്യാസ മന്ത്രാലയവും സംയുക്തമായി മാർഗനിർദ്ദേശം പുറത്തിറക്കിയത്. സ്കൂൾ ക്യാമ്പസിൽ തന്നെ മതിയായ സൗകര്യങ്ങളോടെ അംഗനവാടി സ്ഥാപിക്കാൻ പ്രാഥമിക പരിഗണന നൽകണം. അല്ലാത്തപക്ഷം അടുത്തുള്ള പ്രൈമറി സ്കൂളുമായി ചേർന്ന് പ്രവർത്തിക്കണം. അംഗൻവാടി കുട്ടികൾക്കായി പ്രത്യേക പ്രവേശന കവാടം, മിഡ് ഡേ മീൽസ് നൽകുവാനുള്ള അടുക്കള, ഇൻഡോർ ഔട്ട്ഡോർ കളിസ്ഥലങ്ങൾ, ശിശു സൗഹൃദ ശുചിമുറികൾ എന്നിവയും തയ്യാറാക്കണം. പ്രതിമാസ യോഗങ്ങൾ, പ്രവേശനോത്സവം, മാതൃപിതൃ അധ്യാപക സംഗമങ്ങൾ, സംയുക്ത കലണ്ടറും പ്രൈമറി സ്കൂളുമായി ചേർന്നൊരുക്കണം. കുട്ടികളുടെ വിവരങ്ങളിൽ ആവർത്തനം ഒഴിവാക്കൽ, 1ാം ക്ലാസ്സിലേക്കുള്ള മാറ്റം ഉറപ്പാക്കലടക്കം അംഗനവാടി കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള വികാസത്തിനും സ്കൂൾ പരിസരം ഉതകുമെന്നാണ് വിലയിരുത്തൽ. രാജ്യത്തെ കുട്ടികളെ കൂടുതൽ കൃത്യമായി പരിപാലിക്കുന്നതിന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഉപകരിക്കുമെന്ന് ഇരു മന്ത്രാലയങ്ങളും തമ്മിലുള്ള യോഗത്തിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. शिशु विकास विभाग और शिक्षा विभाग दोनों मिलकर राष्ट्रीय शिक्षा नीति को सही क्रियान्वयन करने के लिए आज ये दुनिया दोनों की दायित्व में है. 3 से 6 साल की आयु तक बच्चों की दायित्व अभी तक देश में विशेष करके ग्रामीण इलाका में, शहर की बस्ती इलाका में आंगनबाड़ी के माध्यम से WCD डिपार्टमेंट की देखभाल में चल रहा था. स्कूल में भी बच्चे 5 से जुड़ते हैं. രാജ്യത്തെ 14 ലക്ഷം അംഗനവാടികളിൽ ഏകദേശം 2.9 ലക്ഷം അംഗനവാടികൾ ഇതിനോടകം തന്നെ സ്കൂൾ പരിസരത്താണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ 2 മന്ത്രാലയങ്ങൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളായതിനാൽ ഏകോപനം ശ്രമകരമായിരുന്നു. പുതിയ മാർഗനിർദ്ദേശങ്ങൾ വന്നതോടെ സ്കൂളുകളുമായി അംഗനവാടികൾക്ക് സുഗമമായി ചേർന്ന് പ്രവർത്തിക്കാൻ അവസരമുണ്ടാകും. ജനം, ഡൽഹി.